വൈകിട്ട് പുറത്തൊക്കെ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി ഉടനെ തന്നെ നീനുട്ടി ഇതാ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ പ്രാവശ്യവും ലീവ് കഴിഞ്ഞ് പോകുന്ന ദിവസം 2 മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി ഉണ്ടാവാറ്. ആ നേരം നമുക്ക് ബസ്സിലൊക്കെ കയറി അവിടെ എത്തുന്ന ആ ഒരു ടൈം വിചാരിച്ചിട്ട് ഒരു 2 മണിക്കാണ് ഡ്യൂട്ടി വെക്കാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഓളെ ഫ്രണ്ടിന് 7 മണിക്ക് വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിനെ ഓക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, രാവിലെ 7 മണിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നീനുൻ്റെ ഡ്യൂട്ടി ഓളെ ഡ്യൂട്ടി നീനുട്ടി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് അവർ ഓൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കിയതാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസം ലീവൊക്കെ എടുത്തതല്ല, അതുകൊണ്ട് ഓൾ വിചാരിച്ചു അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്ത് രാത്രി തന്നെ കുളിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റിയൊക്കെ പോകാനുള്ള ടൈം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ മുഖത്ത് എണ്ണയൊക്കെ തേച്ചത് ആ കാപ്പിപ്പൊടി സംഭവങ്ങളൊക്കെ തേച്ച് അങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ പിന്നെ വന്ന ഉടനെ തന്നെ നമ്മുടെ കിച്ചണ് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂലേ. എവിടെ പോയാലും വന്നാൽ നമ്മൾ പുറത്തായാലും വന്നാലൊക്കെ നമുക്കുള്ള പാത്രങ്ങളും നമുക്കുള്ള പണികൾ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അത് പോകാൻ നിന്നപ്പോഴാണ് നീനും ഇങ്ങോട്ട് പറഞ്ഞത്, ഇമ്മച്ചി എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാണ്ടാക്കി തരും, രാവിലെ പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ ഞാൻ അവൾ പെട്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് അങ്ങനെ എന്താണെന്നൊരു ഇതില്ലാത്തതുകൊണ്ട് അവിടെ 2 പഴം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ കായ്പോള ഉണ്ടാക്കാണ് കേട്ടോ. ഒക്കെ പൊതുവേ ഇഷ്ടമുള്ളൊരു എന്താ പറയുക സ്നാക്സ് ആണ് ഈ കായ്പോള. അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ കായ്പോള ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. അത് ഓൾക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൂടുതൽ എണ്ണ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ 2 പഴം 4 മുട്ടയും വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ഉടായ്പ് കായ്പോളയാണ്. ഏലക്കായ കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും അങ്ങനെ അതിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടമല്ല. മിക്സിയിൽ അങ്ങോട്ട് മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ. അത് പിന്നെ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് വേവിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കായ്പോള റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ തന്നെ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അയൺ ചെയ്തെടുക്കുകയാണ്. എനിക്ക് ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു സമയം കാണണ്ട, എനിക്ക് രാത്രിനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ അതാ ഒക്കെ ഒരു ജീൻസും പിന്നെ കുറേ ടോപ്പുകളാണ് എടുത്തത്. കാരണം അവൾ അവിടെ നിന്ന് ജീൻസൊക്കെ ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിഫോം ഉണ്ട്, വർക്ക് ചെയ്യുമ്പോൾ യൂണിഫോം ഉള്ളതുകൊണ്ട് പിന്നെ അതങ്ങനെ ജീൻസ് അങ്ങനെ മുഷിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒറ്റ ജീൻസ് കൊണ്ടുപോകുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ടോപ്പുകൾ അങ്ങനെ പോയി വരുമ്പോൾ ഇടാനുള്ള ആവശ്യത്തിനുള്ളത് മാത്രമാണ്. അങ്ങനെ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഇടാനുള്ളതും സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ബാഗിലേക്ക് ആക്കി എല്ലാം സെറ്റാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യണേ.